ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നതേ ചാലക്കുടിയിലുള്ള KSRTC ബസ് സ്റ്റാൻഡിലാട്ടോ. ചാലക്കുടി KSRTC ഒരു ടൂർ പാക്കേജ് ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ മൂന്നാറിലുള്ള കുളുക്കുമലയ്ക്ക്. ആ കാഴ്ചയും വിശേഷമായിരിക്കും നമ്മുടെ ഈ വീഡിയോ. ഓക്കെ, അങ്ങനെ നമ്മുടെ യാത്ര ഈ ബസ്സിലാട്ടാ. ഇതുമ്മ ഹെഡ്ലൈനിൽ എത്തിയിട്ടുണ്ട് ഉല്ലാസയാത്ര എന്ന്. ഏകദേശം നമ്മൾ 48 ആൾക്കാർ പോകുമെന്നാണ് ഇത് പറഞ്ഞത്. അങ്ങനെ നമ്മൾ യാത്ര തുടരാണ്. വൈകിട്ട് 9 മണി 9:15 ആകുമ്പോൾ KSRTC ചാലക്കുടി ഡെപ്പോയിൽ എത്തിച്ചേരാനാണ് ഞങ്ങൾ കിട്ടിയ നിർദ്ദേശം. അത് പ്രകാരം ഞാൻ ഒരു 9 മണിയോടുകൂടി തന്നെ അവിടെ എത്തി. കൃത്യം 9:30 തന്നെ നമ്മുടെ ചാലക്കുടി ഡെപ്പോയിൽ നിന്ന് നമ്മുടെ മൂന്നാർ കൊളുക്കുമല യാത്ര ആരംഭിച്ചു. എല്ലാവർക്കും സീറ്റിന് നമ്പറുണ്ട്, അതനുസരിച്ച് വേണം നമ്മളതിലിരിക്കാനായിട്ട്. ഞങ്ങൾ ഇരുന്ന് അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടക്ടർ വന്നു. അതിൽ നിന്നുള്ള പൈസകൾ ബാക്കിയുള്ള തുക കളക്ട് ചെയ്തു. അതിനുശേഷം മാർഗനിർദ്ദേശങ്ങളൊക്കെ ആൾ നല്ല സ്നേഹത്തോടെ തന്നെ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എന്ത് ചെയ്യണം, കൃത്യനിഷ്ഠ, എങ്ങനെ പോയി തിരിച്ച് വരണം, എവിടെയെങ്കിലും ഇറങ്ങിയുള്ള പ്രോബ്ലംസ്, അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ നല്ല സ്നേഹമുള്ള കണ്ടക്ടർ തന്നെയായിരുന്നു. അതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇത് കണ്ടില്ലേ, പാട്ടുപെട്ടിയും പാട്ട് പാടാനുള്ള സിസ്റ്റം എല്ലാം ഉണ്ട്. അപ്പോൾ തന്നെ തുടങ്ങി. കുട്ടികളുണ്ട്, വലിയ മുതിർന്ന ആൾക്കാരുണ്ട്, എല്ലാവർക്കും അങ്ങനെ ഡാൻസും പാട്ടൊക്കെ മുന്നോട്ട് യാത്ര ചെയ്യും. നമുക്ക് ഇതിന് വരുന്ന ചാർജ് പെർ ഹെഡ് ഒരാൾക്ക് വരണത് 1700 രൂപയാണ് കേട്ടോ ഒരു ഈടാക്കണത്. അതിൽ നമുക്കുള്ള ഫ്രഷപ്പ്, പിന്നെ രാവിലത്തെ ഫുഡുണ്ട്, ഉച്ചക്കലത്തെ ഫുഡുണ്ട്, വൈകിട്ട് ഒരു ചായ, സ്നാക്സ്, പിന്നെ ട്രക്കിങ്, അതിനുള്ള പൈസകളൊക്കെ നമ്മളിതിൽ ഇൻക്ലൂഡാണ്. ഇതിൽ ഡാൻസ് കളിക്കുന്നവർക്ക് ഡാൻസ് കളിക്കാം, പാട്ട് പാടാനവർക്ക് പാട്ട് പാടാം, ഉറങ്ങണവർക്ക് ഉറങ്ങാം, അങ്ങനെ എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. ഞാനത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കിടന്ന് ഉറങ്ങി. കണ്ണടച്ച് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും നമ്മുടെ മൂന്നാറെത്തി. കണ്ടക്ടർ വന്ന് നമ്മൾ തട്ടി വിളിച്ചു. അങ്ങനെ മൂന്നാറെത്തിയപ്പോൾ നമ്മൾ ടോയ്ലറ്റൊക്കെ പോകാനായിട്ട് എണീറ്റു. അതിനുശേഷം നമ്മളിപ്പോൾ നോക്കിയപ്പോൾ അവിടെ കണ്ടക്ടർ പറഞ്ഞത് കണ്ട, മൂന്നാർ എത്തിക്കഴിഞ്ഞാൽ KSRTC തന്നെ നമുക്കവിടെ താമസിക്കാനായിട്ട് വൈകുന്നേരമൊക്കെ കിടക്കാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങനത്തെ ബസ്സുകളിലാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പുതപ്പൊക്കെ കൂടിയിട്ട് തരും. അതിന് 200-220 രൂപയ്ക്കാണ് ചാർജ് ഈടാക്കുന്നത്. അങ്ങനെ സൂര്യനെല്ലി എത്തിയിട്ടാ. ഇവിടെയാണ് ഫ്രഷപ്പ് ആവാനുള്ള സ്ഥലം. ഇവിടെ നമുക്ക് കുറച്ച് നേരം എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. മൂന്നാറിൽ നിന്ന് പുറപ്പെട്ട KSRTC ഇപ്പം നമ്മൾ സൂര്യനെല്ലിൽ നിൽക്കുന്നുണ്ട്. സൂര്യനെല്ലിൽ എത്തിയപ്പോൾ തന്നെ 2:30. അതിനുശേഷം നമുക്ക് ഫ്രഷപ്പ് ആവാനായിട്ട് KSRTC ഇവിടെ ഒരു ചെറിയ റൂമും ടോയ്ലറ്റൊക്കെ കൂടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാം, എല്ലാം ഉണ്ട്. അതിനുശേഷം 4:30 ആകുമ്പോൾ കുളുക്കുമലയ്ക്ക് പോകാനുള്ള ജീപ്പ് വരും. അത് ഓഫ് റോഡാണ്, അതുകൊണ്ട് ജീപ്പ് വരും. കൃത്യം 4:00 തന്നെ വരുന്ന പറഞ്ഞത്. ഇപ്പോൾ നല്ല ഒട്ടുക്കത്തെ നല്ല തണുപ്പാണ്. ഒരു 7 അങ്ങനെ ഡിഗ്രിയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. നല്ല തണുപ്പ് തന്നെയാണ്. ബാക്കി വീഡിയോ നമുക്ക് 4:00 ശേഷം. കൃത്യം 4:15 തന്നെ ജീപ്പുകാരൻ വന്ന് നമുക്ക് പോകാനുള്ള അയാൾ പോയി പാസും കാര്യങ്ങളൊക്കെ 4:30 തുടങ്ങും. നേരെ പാസ്സൊക്കെ എടുത്തു. ഞാൻ അതിൻ്റെ കൂടെ പോയിരുന്നു. അങ്ങനെ നമുക്ക് 2ാമത്തെ നമ്പറായിട്ടാണ് നമുക്ക് ജീപ്പിൻ്റെ ടോക്കൺ കിട്ടിയത്. ഈ വഴി വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോകാം. ടോക്കെടുത്ത് വരുമ്പോഴേക്കും വണ്ടികൾ മുഴുവൻ ബാക്കിൽ നിറഞ്ഞു. മറ്റുള്ള റിസോർട്ടുകളിൽ നിന്നും എല്ലാത്തിൽ നിന്നുള്ള വണ്ടികൾ പുറകിൽ ഒരുപാടുണ്ട്. 150 വണ്ടിയാണ് രാവിലത്തെ ടൈമിൽ വിടാമെന്നാണ് ജീപ്പിൻ്റെ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കുളുക്കുമലയ്ക്കുള്ള യാത്ര തിരിച്ചു.
സൂര്യോദയം കാണാനുള്ള യാത്ര. 14 കിലോമീറ്റർ ഇതിൽ നിന്ന് യാത്ര ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഈ യാത്രയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ഏജ് ഓവറായ ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയും വാർദ്ധക്യത്തിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഈ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ടാറിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. കല്ലും മുള്ളും വലിയ പാറയുടെ മുകളിൽ കൂടെയൊക്കെ ചാടിച്ചിട്ടാണ് നമ്മുടെ ഈ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാഴ്ചയാണ്. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ സൂര്യോദയം കാണേണ്ട ആ സ്പോട്ടിലെത്തിയിട്ടാണ്. ഇതിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്ത ആൾക്കാരാണ്. മൊത്തം 6 ആളാണ് ഒരു ജീപ്പിൽ കയറി വരേണ്ടത്. സമയം 5:30. നമ്മളൊരു 14 കിലോമീറ്റർ ഈ ഓഫ് റോഡിൽ കൂടെ വന്നാൽ നമ്മൾ. അപ്പോൾ അത് കഴിഞ്ഞ് 6:15 ആകുമ്പോഴേക്കും നമ്മൾ ഉദയം കാണാൻ പറ്റും. ഇപ്പോൾ കൊളുക്കുമലരെ വാഹനം എത്തണ ഏറ്റവും അവസാന പോയിൻ്റാണത്. കേട്ടോ, കൊളുക്കുമലയിലെ അവസാനം ഇവിടെ വരെയാണ് വാഹനം എത്തുള്ളൂ. ബാക്കി നമുക്ക് നേരം എടുത്തിട്ട് കാണാം. ഇവരെ ശ്രദ്ധിച്ചോട്ടോ, ഇവരെ കൂടെ ഒരു ഗൈഡും ഉണ്ട്. ഇവർ കാട്ടിലൂടെ നടന്ന് യാത്ര ചെയ്യണ ഒരു ട്രക്കിംഗ് ഉണ്ട് ഇവിടെ. അതിൻ്റെ പെർമിഷൻ എടുത്തിട്ട് പോണ ആൾക്കാരാണ് അവർ. നല്ല ഇരുട്ടാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നടക്കണം. ഒരു ഏകദേശം ഒരു 500 മീറ്റർ നടന്നാൽ മതിയിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ തന്നെ നടന്ന് വേണം പോകാൻ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാഴ്ചയും അതുപോലെ ബുദ്ധിമുട്ടുള്ള പാതയുമാണ് നമ്മളിതിൽ കൂടെ പോകേണ്ടത്. ഇതിൻ്റെ ഇരു സൈഡിലും അഗാധമായിട്ടുള്ള കൊക്കയാണ് കേട്ടോ. അത് നമുക്ക് അവിടെ ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ഒരു ചോപ്പ ചരട് പോലും നമുക്ക് അപകട സൂചകമായിട്ട് അവിടെ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക്. അതൊരു മറ്റൊരു പ്രത്യേകതയാണ്. നമുക്ക് അത്ര സുരക്ഷിതമില്ലാത്തൊരു സ്ഥലം തന്നെയാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ പോരാ, അത്ര തണുപ്പായിരുന്നു. കൈവിരലൊക്കെ ഇങ്ങനെ മരവിച്ച് തുടങ്ങി. അത്ര ഫ്രീസായിട്ടുള്ളൊരു സമയം തന്നെ നമ്മൾ എത്തിപ്പെട്ടത്. ഇവിടെ സൂര്യോദയം കാണാൻ വരുന്ന ആൾക്കാർ സൂര്യോദയം കാണാൻ 100% പറ്റും എന്ന് പ്രതീക്ഷിച്ച് വരരുത്. കാരണം ഇതുപോലെ മഞ്ഞ് മൂടി നമുക്ക് സൂര്യോദയം കാണാൻ പറ്റാത്ത അവസരങ്ങളും ഉണ്ട്. അതേ അവസരം എനിക്കും കിട്ടി. സൂര്യോദയം കാണാൻ പറ്റിയില്ല. ഏഴര വരെ അവിടെ നിന്നിട്ടും സൂര്യനും വന്നില്ല, ജ്യോതിയും വന്നില്ല. ആ വിഷമത്തിൽ തിരിച്ചു നടന്നു. തിരിച്ചു വരുന്നതും കാത്ത് നമ്മുടെ ഡ്രൈവർ നമ്മളെ ശരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ട, വഴി തെറ്റി പോകാതിരിക്കാനും വന്ന ആൾക്കാർ വണ്ടി തെറ്റി പോകാതിരിക്കാൻ. അങ്ങനെ തന്നെ നമ്മളെ തിരിച്ച് ഇറക്കാനുള്ള സ്നേഹത്തോടുള്ള നമ്മുടെ ഡ്രൈവറും വന്നു ഞങ്ങളെ തിരിച്ച് താഴത്തേക്ക്. തിരിച്ചു വരുമ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങൾ എത്തണ ആ സ്പോട്ട് എത്തുമ്പോൾ ആളോട് പറഞ്ഞാൽ മതി. വണ്ടി ഇതുപോലെ അങ്ങനെ നമുക്ക് ഒതുക്കി തരും. ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആൾ ചെയ്തു തരും. കുഴപ്പമില്ലാതെ നമുക്ക് നമ്മളെ സേഫായിട്ട് തന്നെ കൊണ്ടുവരുന്ന ഒരാൾ തന്നെയായിരുന്നു ഞങ്ങളുടെ ഡ്രൈവർ.
കൃത്യം 8:15 തന്നെ നമ്മളൊരു ജീപ്പ് തിരിച്ചെത്തി. അപ്പോൾ തന്നെ നമുക്കുള്ള ഭക്ഷണം അവിടെ ഒരുക്കിയിരുന്നു. വെള്ളയപ്പവും മുട്ടക്കറിയും അങ്ങനെ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്ര. ആനയിറങ്ങൽ ഡാം എന്ന് പറഞ്ഞ ഒരു ഡാമിലേക്കാണ് കേട്ടോ നമ്മുടെ അടുത്ത കാഴ്ച കാണാൻ പോകുന്നത്. കൊച്ചി ധനുഷ്കോടി റൂട്ടാണ് കേട്ടത്. മുൻപ് കൊച്ചി മധുര വരെയായിരുന്നു. ഇപ്പോൾ മധുരയിൽ നിന്ന് ധനുഷ്കോടി വരെ ഈ റോഡുണ്ട്. അതുകൊണ്ട് ഇതിനെ കൊച്ചി ധനുഷ്കോടി എന്നാണ് ഈ പറയാറ്. അങ്ങനെ ഡാമിൻ്റെ കാഴ്ചയും കണ്ട് വീണ്ടും ബസ് യാത്രയായി അടുത്ത പോയിന്റിലേക്ക്. അടുത്ത നമ്മുടെ പോയിന്റ് ചതുരംഗപ്പാറ. തമിഴ്നാട് സ്ഥിതി ചെയ്യണ ചതുരംഗപ്പാറയിലേക്കാണ് നമ്മുടെ യാത്ര. ജീപ്പിന് വേണം മുകളിൽ. ഈ ജീപ്പിൽ 8 പേർക്ക് യാത്ര ചെയ്യാം നമ്മുടെ ചതുരംഗപ്പാറയിലേക്ക് എത്താനായിട്ട്. 1.5 കിലോമീറ്ററാണ് ഇവർ പറഞ്ഞ ദൂരം. അങ്ങനെ നമ്മുടെ ജീപ്പ് ചതുരംഗപ്പാറയിലെത്തി. ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിയും. അതിനുശേഷം വീണ്ടും ഞങ്ങൾ താഴത്തേക്ക് തന്നെ തിരിച്ചു.
കൃത്യം 1:15 തന്നെ നമുക്ക് ഭക്ഷണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡി ആയിരുന്നു. നമ്മുടെ ഈ കാണുന്ന ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ ഞങ്ങൾക്കുള്ള ഭക്ഷണം ഒരുക്കിയിരുന്നത്. ഭക്ഷണം കഴിഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ കയറി ദേ കണ്ടല്ലേ ഇതുപോലെ തുടങ്ങി ഡാൻസും പാട്ടും. എൻജോയ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ട്രിപ്പ് തന്നെ ആയിരിക്കും. ഇവിടെ 48 ആളും 48 സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരായി. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ എല്ലാവരും നല്ല സൗഹൃദത്തോടു കൂടി തന്നെയായിരുന്നു പിരിഞ്ഞത്. അടുത്ത പോയിൻ്റ് വരുന്നത് നമ്മൾ കേട്ടിട്ടുള്ള പൊന്മുടി ഡാം എന്ന് കേട്ടില്ലേ, ആ ഡാമിലേക്ക് കേട്ടാ. ഈ സ്ഥലം ഓർമ്മയുണ്ടോ നോക്കട്ടാ, നമ്മുടെ ഓർഡിനറി സിനിമയില്ലേ അതിൽ ആസിഫ് അലി നമ്മുടെ ആ ഡാമിൻ്റെ മുകളിൽ നിന്നൊരു ചാടുന്ന ഒരു സീനുണ്ട്, ലാസ്റ്റ് സീൻ. അത് നമ്മുടെ അത് ഈ കാണുന്ന അതാണ് കേട്ടോ. അങ്ങനെ ഡാമിലത്തെ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ നമുക്കിവിടെ ചായയും സ്നാക്സും ഈ ഷോപ്പിൽ ഒരുക്കിയിരുന്നു. അങ്ങനെ ചായ കുടിയും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ നമ്മുടെ അടുത്ത പോയിൻ്റ്, നമ്മളെവിടെ നിന്നാണോ യാത്ര തുടങ്ങിയത് ആ പോയിന്റിലേക്ക് തന്നെ, നമ്മുടെ ചാലക്കുടി. ഒരുപാട് ഓർമ്മകളും ഒരുപാട് കാഴ്ചകളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വീണ്ടും യാത്ര ചാലക്കുടിയിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്നലെ പോയ ട്രിപ്പ് ഇന്ന് വൈകിട്ട് 7:30 ആയപ്പോൾ നമ്മൾ തിരിച്ചെത്തി. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.